ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ കോമ്പോണൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ളത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എ സിസ്റ്റമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അക്കൗണ്ടിംഗ് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ബിറ്റ്വീൻ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ആൻഡ് ദ റെസിഡൻസ് ഓഫ് എ ഫോറിൻ കൺട്രി. അപ്പോൾ ഇത് ശരിക്കും രണ്ട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ തമ്മിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അക്കൗണ്ടിംഗ് റെക്കോർഡാണ്. അതായത് ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ലൈക്ക് എ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിലേക്ക് വരുന്ന എമൗണ്ടുകളും ഒരു രാജ്യത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊടുക്കുന്ന പേയ്മെന്റുകളും, അതിന്റെ രണ്ടിന്റെയും റെക്കോർഡാണ് ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ളത്. ഇതിനെ വേറൊരു തരത്തിലും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാറുണ്ട്. രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകൾ വഴിയാണ് എക്സ്പോർട്സും ഇമ്പോർട്സും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്സും ഇമ്പോർട്സും ആണ്. അത് രണ്ട് അക്കൗണ്ടുകളായിട്ടാണ് അതിനെ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കാണിക്കുന്നത്. ഒന്ന് കറണ്ട് അക്കൗണ്ട് എന്നും വേറൊരെണ്ണം ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും. അതിൽ ഫോറിനേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റുകൾ ക്രെഡിറ്റ്സ് ആയിട്ടും ഫോറിനേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റുകൾ ഡെബിറ്റ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഡിഫറൻസ്, ക്രെഡിറ്റ്സ് കൂടുതലും ഡെബിറ്റ്സ് കുറവാണെങ്കിൽ അത് സർപ്ലസ് ആയിട്ട് മാറും. നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിസിറ്റ് ആയിട്ട് മാറും. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിന്റെ കോമ്പോണൻസ് എന്തെല്ലാമാണെന്നാണ്. പ്രധാനമായിട്ടും ബാലൻസ് ഓഫ് പേയ്മെന്റിൽ 3 കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്, 3 റിസർവ് അക്കൗണ്ട്. ഇത് ഓരോന്നായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ കറണ്ട് അക്കൗണ്ടിൽ ഇമ്പോർട്ട്സ് വരും, എക്സ്പോർട്സ് വരും, പ്രൈവറ്റ് റെമിറ്റൻസസ് വരും, ഗവൺമെന്റ് ഗ്രാന്റുകൾ വരും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI വരും, സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് വരും, ദെൻ ഗവൺമെന്റിൽ എടുക്കുന്ന ലോണുകൾ, ഗവൺമെന്റ് കൊടുക്കുന്ന ലോണുകൾ, അതെല്ലാം അതിൻ്റെ അകത്താണ് വരിക. റീപേയ്മെന്റ്സും എല്ലാം അതിൻ്റെ അകത്താണ് വരിക. റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിസർവ് അസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ദേ ആർ അക്സെപ്റ്റബിൾ ആസ് മീൻസ് ഓഫ് പേയ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ and are held by and exchanged between monetary authorities of the respective countries. അപ്പോൾ അതിൽ ഗോൾഡ് വരും, ഫോറിൻ കറൻസിയിൽ ഡിറൈവ് ചെയ്ത അസറ്റുകൾ വരും. SDR എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, IMF ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് SDR. അപ്പോൾ ഇനി കറണ്ട് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, റിസർവ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം.